എന്താടി ഉണ്ടക്കണ്ണി നോക്കി പഠിപ്പിക്കുന്നേ? ഐസാൻ അവളെ കണ്ണുരുട്ടി നോക്കി. അപ്പം ഞാൻ തുറച്ചു നോക്കിയാൽ തമ്പുരാൻ പേടിക്കും. ഫിനുവിൽ പുച്ഛം മാത്രം. തുഫ്, നിന്നെ പോലൊരു ചുള്ളിക്കമ്പനെ പേടിക്കാൻ നീ അല്ല ഞാൻ. ഐസാനിലും പുച്ഛം. ശരിക്കും ഇവരുടെ കല്യാണം തന്നെയല്ലേ ഇപ്പോൾ നടന്നത്? ചുള്ളിക്കമ്പ് നിന്റെ കെട്ടിയോള്. ഞാൻ കെട്ടിയത് നിന്നെയാ. ഐസാൻ ഫിനുവിനെ നോക്കി വാ പൊത്തി ചിരിച്ചു. ദേ നോക്ക ഐസാൻ, നീ ഒരു മഹർ ചാർത്തിയെന്ന് വെച്ച് ഈ ഫിസാമരെ നിന്റേതായെന്ന് നീ വിശ്വസിക്കേണ്ട. എന്തൊക്കെ വന്നാലും ഫിസ നിന്നോടൊപ്പം അധികകാലം ഉണ്ടാവില്ല. അല്ലേലും കാലാകാലം നിന്നെ ഞാൻ എൻ്റെ കെട്ടിയോളായി കൊണ്ടു നടക്കാൻ കരുതിയിട്ടൊന്നുമില്ല. അന്നേരം നിന്റെ ഉപ്പാന്റെ മുഖത്തെ സങ്കടം കണ്ട് കല്യാണത്തിന് സമ്മതിച്ചതാ. നീയാണ് അങ്ങയുടെ മോളെ നടത്തിയിരുന്നാൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. ഇതിപ്പോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പുച്ഛം വാരി വിതറുകയാണ്. ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്താവോ എന്തോ. സർ വീടെത്തി. ഡ്രൈവർ അഹമ്മദ് പറഞ്ഞത് കേൾക്കെ ഐസാൻ കാറിൽ നിന്നിറങ്ങി തന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. ഫിനു എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തേക്ക് ഇറങ്ങി ഐസാന്റെ വീട് നോക്കി നിന്നു. മുറ്റത്ത് ഗാർഡനും അവിടെ ഒരു കുഞ്ഞു ടേബിളും ചെയറുകളും ഉണ്ട്. ഗാർഡന് നടുക്കായി ഒരു തോണി പോലെ ഉണ്ടാക്കിയതുമുണ്ട്. അതിൽ നിറയെ പലതരത്തിലുള്ള മീനുകളും. നല്ല വലിയ 2 നില വീടാണ്. പുറമെ നിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല പൈസക്കാരാണ് ഇവരെന്ന്. പക്ഷെ താൻ വെറും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഒരു ഓടിട്ട കൊച്ചു വീട്ടിൽ നിന്ന്. അവിടുന്ന് കല്യാണം നടത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഉപ്പാന്റെ ഏട്ടന്റെ വീട്ടിൽ നിന്ന് കല്യാണം നടത്തിയത്. മൂത്തമ്മക്കൊന്നും അവിടുന്ന് കല്യാണം നടത്തുന്നതിൽ താല്പര്യമില്ലെങ്കിലും മൂത്താപ്പ സമ്മതിച്ചതോടെ കല്യാണം അവിടുന്ന് നടത്തി. ഇതിപ്പോ ഐസാന് ഒരിക്കലും താൻ യോജിക്കില്ല. എന്നേക്കാൾ എത്രയോ വലിയ ആളെ അവന് ലഭിക്കും. പണവും നിറവും എല്ലാമുള്ള പെണ്ണിനെ. മോളെ അകത്തേക്ക് വാ. ഓരോന്ന് ചിന്തിച്ചു നിന്ന ഫിനുവിന്റെ കയ്യിൽ പിടിച്ചു. സ്നേഹത്തോടെ മോളെ എന്ന് വിളിച്ചവരെ ഫിനു കണ്ണു വിടർത്തി നോക്കി. ഐസാന്റെ ഉമ്മയായിരിക്കും. ഇന്ന് വരെ താൻ ഒരു ഉമ്മാന്റെ സ്നേഹം അനുഭവിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഉമ്മാന്റെ സ്നേഹം ലഭിക്കുമെന്ന് ആ ഉമ്മാന്റെ വിളിയിൽ തോന്നിയത് കൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവരോടൊപ്പം അകത്തേക്ക് കയറിയവൾ. ഇതാണ് ഐസാൻ മോന്റെ റൂം. മോള് ചെന്ന് ഫ്രഷ് ആയി വാ, ഞാൻ കഴിക്കാൻ വല്ലതും എടുത്തു വെക്കാം. സ്നേഹത്തോടെ തന്റെ തലയിൽ തലോടി പറഞ്ഞവരെ അവൾ ഇമചിമ്മാതെ നോക്കി നിന്നു. പതിയെ അവൾ ഐസാന്റെ റൂമിലേക്ക് കയറി. തന്റെ വീടിന്റെ അത്ര വലിപ്പമുണ്ട് അവന്റെ റൂമിന്. നീറ്റായിട്ടെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വെള്ളമയം. കർട്ടനും ബെഡ്ഷീറ്റും ചുമരും റൂമിലെ ഫ്ലവറും ഷെൽഫും സോഫയും എല്ലാം വെള്ള നിറം. അവൾ ഓരോന്ന് നോക്കി നിന്നു. എന്നാലും ഐസാൻ ഇത്രയും വലിയ പണക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. പൈസക്കാരനാണെന്ന ഒരഹങ്കാരവും ഞാൻ അവനിൽ കണ്ടതുമില്ല. അവളൊന്ന് നിശ്വസിച്ചു. എല്ലാം ഒന്ന് ഊരിയെറിഞ്ഞ് കൊടുക്കണമെന്ന് കരുതിയപ്പോൾ ഡ്രസ്സ് എവിടെയാണെന്ന് അവൾക്കറിയില്ല. ആരോട് ചോദിക്കുമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് ഐസാൻ റൂമിലേക്ക് വന്നത്. തമ്പുരാട്ടി എന്തേ കുന്തം വീങ്ങിയ പോലെ നിൽക്കുന്നേ? ഐസുവിൽ പുച്ഛം. കുന്തം വീങ്ങിയ ഇങ്ങനെയാണോ നിൽക്കുക? ഫിനുവിന്റെ ന്യായമായ സംശയം. ആണേ നിനക്കെന്താ? ആ ഷെൽഫിലുണ്ട് 2 ഡ്രസ്സ്. അതിലേതെങ്കിലും എടുത്തിട്ടോ, ബാക്കി പിന്നെ പോയി വാങ്ങാം. അപ്പൊ താനീ കല്യാണം കരുതിക്കുട്ടി ചെയ്തതാണോ? ആടി, നിന്നെ എന്റെ തലയെ കെട്ടിവെക്കാൻ എനിക്ക് വല്ലാത്ത പൂതി. അതാ വന്ന് കെട്ടിക്കൊണ്ടു പോന്നെ.